ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്പോർട്സ് കൌൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചെറുവണ്ണൂരിൽ മന്ത്രി റിയാസിന്റെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. വാഹന നികുതി ഏകീകരണത്തിന്റെ മറവിൽ ഓർഡിനറി വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ക്രൈസ്തവ സമുദായം വോട്ട് ബാങ്ക് മാത്രമല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാകുമെന്നും മുന്നറിയിപ്പ് നൽകി താമരശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്പോർട്സ് കൌൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. കായിക കേരളം കിതപ്പും കുതിപ്പും എന്ന സ്പോർട്സ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമാൽ വരദൂർ മോഡറേറ്ററായിരുന്നു. നിലവിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗങ്ങൾക്ക് പകരമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുന്നത്. ഒളിമ്പിക്സ് അസോസിയേഷൻ അംഗീകാരമുള്ള കായിക ഇനങ്ങളിലാണ് ചെയർമാനെ നിയമിക്കുക. ഒരു ചെയർമാന് 2 ജില്ലകളുടെ ചുമതലയുണ്ടാകും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡയറക്ടറുടെ ചുമതലയാണ് സെക്രട്ടറിക്കെന്നും മന്ത്രി പറഞ്ഞു. കായിക സർവകലാശാലയിൽ രാജ്യാന്തര നിലവാരമുള്ള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥാപിക്കുക. സർവകലാശാലയുടെ സഹകരണത്തോടെ PG കോഴ്സുകൾക്ക് പുറമെ സ്പോർട്സ് സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ 5 കോഴ്സുകൾ, പരിശീലകർക്കുള്ള ഡിപ്ലോമ കോഴ്സുകൾ എന്നിവ തുടങ്ങാൻ ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി നമ്മൾ ആരംഭിക്കാൻ പോകുന്ന കേരള സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ 2 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിന് ശേഷമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അനുമതി ഇപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന കായിക മേഖലയിൽ ആധുനികമായി നടക്കുന്ന എല്ലാ പ്രവണതകളെയും നമ്മൾ കേരളത്തിലെത്തിക്കുക. ഇതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായി ഇപ്പൊ നമ്മൾ ചർച്ചകൾ നടത്തി വരികയാണ്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് റോയ് വി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെക്രട്ടറി പ്രഭു പ്രേംനാഥ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സനിൽ P തോമസ്, ഡോക്ടർ G കിഷോർ, TP ദാസൻ എന്നിവർ വിഷയാവതരണം നടത്തി. കമാൽ വരദൂർ മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചെറുവണ്ണൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്കാണ് പ്രകടനം നടത്തിയത്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിന് നേരെ കല്ലേറുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ചെറുവണ്ണൂരിലെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. ചെറുവണ്ണൂർ വെളിച്ചെണ്ണാമ്പിൽ പരിസരത്ത് നിന്ന് മാർച്ചിന് നേരെ കല്ലേറുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. CPM പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നല്ലളം പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ചെറുവണ്ണൂർ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് അങ്ങാടിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ ചങ്ങല പിടിച്ചവർ നാട്ടിലെ കൊള്ളക്കാരായെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനായി പിണറായി വിജയൻ മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
2026 കഴിഞ്ഞാൽ പിണറായി വിജയൻ സെൻട്രൽ ജയിലിലേക്കാണ് പോകുക എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ഇവിടെ ഈ നാടിന്റെ മോചനത്തിന് സമരത്തിന് പോയിട്ടല്ല, പണം കെട്ടതിന് പേരില്ല, അടിച്ചു മാറ്റുന്നതിന് പേരില്ല. അങ്ങനെ അടിച്ചു മാറ്റാൻ സാധിച്ചത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും പൊതുമന്ത്രിയുടെ ഭാര്യയായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികത ഉണ്ടെങ്കിൽ രണ്ടുപേരും രാജിവെച്ചു പോകണം. ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി M ധനീഷ് ലാൽ, ഫറോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് K തസ്വീർ ഹസൻ, ചെറുവണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് T ഷഫ്നാസ് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാഹന നികുതി ഏകീകരണത്തിന്റെ മറവിൽ ഓർഡിനറി വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 9-ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ പ്രയാസങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തും വകുപ്പ് മന്ത്രിയുടെ അടുത്തും നിരവധി തവണ പോയിട്ടും ഈ മേഖലയെ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടും വെക്കാം എന്നല്ലാതെ ഈ മേഖലയെ തിരിഞ്ഞു നോക്കാതെ വർഷത്തിൽ 2 ലക്ഷം രൂപയിലധികം നികുതി ഇനത്തിലും ക്ഷേമനിധിയായിട്ടും ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനെ ഒരു തരത്തിലും പരിഗണിക്കാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണയും കൂടിയാണ് ഏപ്രിൽ 9-ന് നടക്കുന്ന DTC ഓഫീസ് ധർണ. ടാക്സ് ഏകീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലക്ഷറി സ്ലീപ്പർ വണ്ടിയും താഴെക്കടയിലുള്ള വണ്ടികളും, അതായത് ഇപ്പോൾ ഈ കോൺട്രാക്ട് റോഡിലെ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സ്കൂളിന് ഓടുന്ന അതിനും ഈ ലക്ഷറി വണ്ടികൾക്കും ഒരേ ടാക്സ് ആക്കിയില്ല. ടാക്സ് ഏകീകരിച്ചു എന്നാണ് നിലവിൽ പറഞ്ഞത്. അതല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചാൽ താഴെക്കടയിലുള്ള വണ്ടികൾക്ക് 32% ടാക്സ് വർദ്ധിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ സാധാരണ ഒരു 49 സീറ്റ് ബസ്സിന് വർഷത്തിൽ ഒരു 44,000 രൂപയോളം ഒരു ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയിലാണ് ഇത്രയും ശതമാനം ടാക്സ് വർദ്ധിപ്പിച്ചത്. അത് നമ്മൾ ഗവൺമെന്റിനെ ബോധിപ്പിച്ചിരുന്നു ഈ ഒരു കാര്യം, ഇത്രയും ടാക്സ് അനുവദനീയമല്ല, ഞങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ പോകണം. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു സമര പോരാട്ടത്തിൽ മുന്നോട്ട് ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രൈസ്തവ സമുദായം ഇനി വോട്ട് ബാങ്ക് മാത്രമല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായി മാറുമെന്നും മുന്നറിയിപ്പ് നൽകി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന റാലിയും പ്രതിഷേധ പൊതുസമ്മേളനവും നടത്തി. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. 10,000-ഓളം ആളുകൾ പങ്കെടുത്തു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നുമാണ് അവകാശ പ്രഖ്യാപന റാലി ആരംഭിച്ചത്. ബാങ്ക് റോഡ് മാനാച്ചിറ കടന്ന് മുതലക്കുളം ഗ്രൗണ്ടിലെത്തുമ്പോഴേക്കും വേദിക്ക് മുന്നിൽ ജനസാഗരമാണ് അണിനിരന്നത്. രൂപതയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി. പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സകലമാന ക്രൈസ്തവ സമൂഹവും ഒരു മനസ്സായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വെളിച്ചം കാണണം. അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നടപടികള് യഥായോഗ്യം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. അല്ല എങ്കിൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ സമുദായം നിർബന്ധിതമാകും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 19 അവകാശങ്ങൾ സമുദായ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അധ്യക്ഷനായി. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. താമരശ്ശേരി രൂപത വികാരി എബ്രഹാം വയലിൽ, രാജീവ് കൊച്ചുപറമ്പിൽ, ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, ഡോക്ടർ പ്രകാശ് തോമസ്, ഫാദർ സബിൻ തൂമുള്ളിൽ, കൗൺസിലർ അൻഫോൻസ, ബെന്നി ലൂക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെയുള്ള പ്രതിഷേധം കൂടിയായി സമ്മേളനവും റാലിയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മറ്റു വരും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ച് 28 മുതൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മേധ ഇഷാനിയുടെ രണ്ടാമത്തെ പുസ്തകം മഴത്തുള്ളികൾ പ്രകാശനം ചെയ്തു. രമേശ് കാവിൽ പ്രകാശനം നിർവഹിച്ചു. കുഞ്ഞുങ്ങളിലെ സർഗപരത സജീവമാക്കേണ്ടത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുവാളൂർ GLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മേധ ഇഷാനി എന്ന 7 വയസ്സുകാരിയുടെ രണ്ടാമത്തെ പുസ്തകം മഴത്തുള്ളികൾ ഇടം ആർട്ട് ഗാലറി ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ പ്രകാശനം ചെയ്തു. പുത്തൻ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ കുഞ്ഞുങ്ങളിലെ സർഗപരത മുരടിച്ചു പോകാതെ സജീവമാക്കാൻ അധ്യാപകരുടേതെന്ന പോലെ രക്ഷിതാക്കളുടെയും കടമയാണെന്നും അത് വർത്തമാനകാലത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ധാരാളം പുസ്തകങ്ങൾ എന്റെ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം അങ്ങനെയുള്ള ചടങ്ങുകൾ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ ധാരാളമായി കിട്ടുന്നവരും കിട്ടാത്തവരുമുണ്ട്. ഉള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എഴുതാൻ ആവശ്യമായ വലിയ സാഹചര്യം മേധ ഇഷാനിക്ക് ഒരുക്കി കൊടുക്കുക എന്നതാണ് രക്ഷിതാക്കളും അധ്യാപകരും ചെയ്യേണ്ടത്. ചെറുവാളൂർ GLP സ്കൂൾ പ്രധാനാധ്യാപകൻ M സതീശൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ VK ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രമുഖ ചിത്രകാരൻ ശ്രീനി പാലേരി മുഖ്യാതിഥിയായിരുന്നു. ചിത്രകാരനും ഇടം ആർട്ട് ഗാലറി ഡയറക്ടറുമായ CK കുമാരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. ജയൻ പ്രേം ബാസിൻ, P ബിന്ദു, വത്സൻ മഠത്തിൽ, MK ബിന്ദു, വീണ ചന്ദ്രൻ, സുരേഷ് നൊച്ചാട്, PP ലിംന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CK കുമാരൻ സ്വാഗതവും വത്സൻ എടക്കോടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എംപുരാൻ എന്ന സിനിമയിൽ കണ്ടതിനേക്കാൾ ഭയാനകമായ സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ 2002 ഗുജറാത്ത് വംശഹത്യയിൽ നടന്നതെന്ന് ഹേ റാം ജനോസൈഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി ഡോക്യുമെന്ററി സംവിധായകൻ ഗോപാൽ മേനോൻ. ഗുജറാത്ത് വംശഹത്യയെ പുതുതലമുറയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന എംപുരാൻ ടീമിനെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ ഗുജറാത്തിനെ ഇത്രയും കാലം അടുത്ത് നിരീക്ഷിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എമ്പുരാൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. അപ്പൊ പല ചെറിയ സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാണ് പറഞ്ഞാൽ വലിയ വലിയ കലാകാരന്മാരുണ്ടായിട്ടില്ല. പർസാനിയ എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പൊ രൂപാബൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരുടെ അന്ന് 12 വയസ്സായ അസ്കർ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ഗുൽബർഗ് സൊസൈറ്റിന്ന് ഓടിപ്പോയി റെയിൽവേ ട്രാക്കിലാണ് കാണുന്നത്. അന്ന് പിന്നെ അവനെ കാണാനില്ല. അങ്ങനെ 498 പേരുണ്ടായിരുന്നു അന്ന് കാണാതായ ആള്. അവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്ത് പർസാനിയ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു. നന്ദിതാദാസ് ചെയ്ത് ഫിറാഖ് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ ഇതെന്നൊക്കെ പിന്നെ പ്രൊപ്പഗാൻഡ ഫിലിമുകൾ ഉണ്ടായിരുന്നു. ഗുജറാത്ത് ഫയൽസ്, പിന്നെ കശ്മീർ, ഇങ്ങനത്തെ പലതരം പ്രൊപ്പഗാൻഡ. പക്ഷെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഫിലിം, അത് ഗുജറാത്തിനെ പോലെ ഭരണകൂടവും മാധ്യമങ്ങളും എല്ലാവരും അടിച്ചമർത്തിയ ഒരു വലിയ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഒരു വലിയ ഒരു വംശഹത്യ, അതിൻ്റെ ഏറ്റവും ഭീകരമായ വയലൻസ്, അതിനെ വളരെ സക്സസ്ഫുള്ളായി അന്തർദേശീയവുമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പുതുതലമുറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ
ഈ പിന്നെ കലാകാരന്മാർക്ക് നേരെ പ്രത്യേകിച്ച് ഒരു മെസ്സഞ്ചർ തന്നെ വിളിക്കും പൃഥ്വിരാജ് കുമാറിന് ഹാറ്റ്സ് ഓഫ്. ഒരു വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ്. സ്പെഷ്യലി ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിഎസ്കോ അഭയം പദ്ധതിയിൽ 20 വീടുകളുടെ തറയിടൽ കർമ്മം നിർവഹിക്കുമെന്ന് സിഎസ്കോ പ്രഖ്യാപിച്ചു. അരക്കിണറിൽ പദ്ധതിയിൽ ഉൾപ്പെട്ട 11ാമത്തെ വീടിന് തറക്കല്ലിട്ടു. കോഴിക്കോട് അരക്കിണറിലെ നിർധന കുടുംബത്തിനാണ് സിഎസ്കോ അഭയം പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മാണത്തിന് തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. വ്യാപാര പ്രമുഖൻ CA ഉമ്മർ കോയ തറയിടൽ കർമ്മം നിർവഹിച്ചു. സിദ്ദീഖ് പ്രസിഡന്റായ സമയത്താണ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് 15 വീടുകൾ തറ. പക്ഷെ അത് ഇപ്പം 11ആയി. ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി 20 25 സഹായിക്കട്ടെ, കുറച്ചൊന്നെല്ലാം സഹായം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സിഎസ്കോ പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. അഭയം പദ്ധതിയിൽ 20 വീടുകളുടെ തറയിടൽ നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നിലവിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ 5 വീടുകളുടെ പണി പൂർത്തിയായതായി പ്രസിഡന്റ് CBV സിദ്ദീഖ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ K നൌഷാദ് അലി, SM സാലിം, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, അഭയം ചെയർമാൻ ബാബു കെൻസ, കൺവീനർ PM മെഹബൂബ്, BV മാമുക്കോയ, PN വലിദ്, ആദം കാതിരിയകം, PKV അബ്ദുൽ അസീസ്, PV മുഹമ്മദ് യൂനുസ്, KP ഹസൻ കോയ, M ഹസൻ കോയ, ഇമ്പിച്ചി കോയ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണം മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ച് 28 മുതൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹരിദ്വാറിലെ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന് ഏപ്രിൽ 9 കോഴിക്കോട്ട് സ്വീകരണം നൽകും. ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര ഹാളിലും തളി ക്ഷേത്രത്തിലുമാണ് സ്വീകരണങ്ങൾ ഒരുക്കുന്നത്. Swami Ananda Bhavan Aarti has been ceremonially consecrated. Our Abhishekam ചെയ്തിട്ട് മൂപ്പർക്ക് ഒരു മഹാമണ്ഡലേശ്വരം പദവി കൊടുത്താണ്. ഇറ്റ്സ് എ വെരി ബിഗ് പൊസിഷൻ. ഞങ്ങൾക്ക് ഈ സന്യാസിമാരെ അറിയല്ലേ, മഹന്ത്, സന്ത്, മഹാമണ്ഡലേശ്വർ, ആചാര്യ മഹാമണ്ഡലേശ്വർ, പിന്നെ ശങ്കരാചാര്യാണ്. അത് ഏറ്റവും മുകളിലാണ്. ആ പദ്ധതിയിൽ ഈ ആള് കേരളയിൽ വന്നാണ്. On 9th he is already come to Kerala. ഹരിദ്വാറിലെ ജൂന അഖാഡയിൽ കേരളത്തിൽ നിന്നുള്ള പ്രഥമ മഹാണ്ടലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന് 9 ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര ഹാളിലും തളി ക്ഷേത്രത്തിലും സ്വീകരണം നൽകും. രാവിലെ 10 തളി ക്ഷേത്രത്തിൽ പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം. വൈകിട്ട് 4 ശ്രീകണ്ഠേശ്വരം ഹാളിൽ മലബാറിന്റെ ആദരം അർപ്പിക്കും. സ്വാമി ചിദാനന്ദപുരി പ്രഭാഷണം നടത്തും. 5:20 സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിൽ നിന്ന് നേരിട്ട് രുദ്രാക്ഷം സ്വീകരിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് ചെയർമാൻ MP രമേശും വർക്കിംഗ് ചെയർമാൻ അലോക് കുമാർ സാബുവും അറിയിച്ചു. 5:20 Pujaniya Mahamandaleshwar will speak to people, and about 6 o'clock people can have his darshan and he will give his prasad. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്യയ്ക്ക് കളമൊരുക്കുന്നുവെന്നാരോപിച്ചും
ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും SIO കേരളയും പ്രക്ഷോഭത്തിന്. ഏപ്രിൽ 9 വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതവുമായി വളരെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന, അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ ഒരു മതപരമായ ഒരു കാര്യവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. പള്ളികൾ, മദ്രസകൾ, ശ്മശാനങ്ങൾ, ഖബർസ്ഥാനുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, മുസാഫർഖാനകൾ തുടങ്ങി ഈ നാടിന്റെ പൊതു നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിന്റെ പേര് കൂടിയാണ് വഖഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നാൽ തന്നെയും, പ്രാബല്യത്തിൽ വരുത്താൻ ഭരണകൂടം ശ്രമിച്ചാൽ തന്നെയും ഈ തെരുവുകളിൽ പ്രക്ഷുബ്ധമാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒന്നായി നാം മനസ്സിലാക്കുന്നു. ഇതിനെതിരായ രാജ്യത്തെ നന്മയിൽ വിശ്വസിക്കുന്ന, നീതിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനെതിരായ പ്രക്ഷോഭത്തിൽ അണിനിരക്കേണ്ടതുണ്ട്. അതിന് കേരളത്തിൽ ആരംഭം കുറിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെയും SIOന്റെയും നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന എയർപോർട്ട് ഉപരോധ പരിപാടിയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ പടപൊരുതാമെന്ന സന്ദേശവുമായി മൈജി ജീവനക്കാരുടെ പടയോട്ടം. പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ബീച്ചിൽ അവസാനിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ M. സുഗുണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെയർമാൻ AK ഷാജി അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ പിടിമുറുക്കിയ ലഹരിക്കെതിരെ പടപൊരുതാം എന്ന സന്ദേശവുമായി മൈജിയുടെ നേതൃത്വത്തിൽ മൈജി ജീവനക്കാർ പടയോട്ടം എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തി. രാവിലെ 6 പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കോഴിക്കോട് ബീച്ചിൽ അവസാനിച്ചു. പടയോട്ടത്തിൽ 500ഓളം മൈജി ജീവനക്കാർ പങ്കെടുത്തു. കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ മൈജി ചെയർമാൻ AK ഷാജി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ M. സുഗുണൻ മുഖ്യാതിഥിയായിരുന്നു. കേരളീയ സമൂഹത്തിലെ കൗമാരവും യൗവനവും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ മൈജിയുടെ പടയോട്ടം സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടി എന്ന നിലയിൽ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ലഹരി മരുന്നെന്ന വിപത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനായി ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത മൈജിയുടെ പ്രവർത്തനം എല്ലാവർക്കും ഏറെ ആവേശം പകരുന്നതാണെന്നും സുഗുണൻ പറഞ്ഞു. ഇന്ന് നേരിടുന്ന ഈ പ്രശ്നത്തെ എക്സൈസിനൊപ്പവും പോലീസിനൊപ്പവും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കൊപ്പവും നിന്നുകൊണ്ട് അതിനെ അവിടെ പിന്തുണ, ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് തന്നെ വളരെയധികം സന്തോഷവും ഒക്കെ തന്നെ ഉത്സാഹവും തരുന്നതാണ്. അത് ഈ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ആവേശകരമാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക, ലഹരി മരുന്നിന് അടിമപ്പെട്ടവരെ മാറ്റി നിർത്താതെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക, യുവജനങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധതാ ബോധം വളർത്തുക എന്നിവയുടെ തുടക്കം എന്ന രീതിയിലാണ് മൈജി പടയോട്ടം സംഘടിപ്പിച്ചത്. പടയോട്ടം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് മൈജി ലക്ഷ്യമിടുന്നതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി അറിയിച്ചു. പടയോട്ടം ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇതിന്റെ സെമിനാറുകളും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങളുടെ മൈജിയിലെ 126 ഷോറൂമുകളിലും ഇതിന്റെ ഒരു പടയോട്ടം ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു അവയർനെസ്, ഇതിൽ പെട്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരുന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 120 മൈജി ഷോറൂമുകളിൽ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചെറുവണ്ണൂരിൽ മന്ത്രി റിയാസിന്റെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. വാഹന നികുതി ഏകീകരണത്തിന്റെ മറവിൽ ഓർഡിനറി വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ക്രൈസ്തവ സമുദായം വോട്ട് ബാങ്ക് മാത്രമല്ലെന്നും
രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി താമരശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.